തിരുവനന്തപുരം പാലോട് നവവധുവിനെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഇന്ദുജയുടെ മരണം കൊലപാതകമാണെന്നും ജാതി വിവേചനവും ശാരീരിക ഉപദ്രവവും മകൾ നേരിട്ടെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. പാലോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞ് രണ്ടും പ്രായപൂർത്തിയായവരാണ്. നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞ് പാലോട് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോള് റാക്കറ്റായ ആ മനുഷ്യൻ കൊന്നുകളഞ്ഞ്. അവൾ പേടിച്ച് 2-3 ദിവസം വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പം അവളെ ദേഹത്തൊക്കെ മുറിവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളെ കൊന്നുകളഞ്ഞവൻ ഗാർഹിക പീഡനം അവൻ കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായിരുന്നു. മരണം അവൻ കൊല ചെയ്തു. ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുരുതരമായ ആക്ഷേപം, ഇത് കൊലപാതകമാണ് എന്ന ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം ഒരു 3 മാസം മുമ്പ് നടന്ന വിവാഹം, അതിൽ ഈ യുവതിയുടെ കുടുംബത്തിന് ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? അവർ നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോലീസ് നൽകുന്ന മറുപടി. റീജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഇന്ദുജയെ അഭിജിത്തിൻ്റെ വീടിന് മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മുകളിലെ കിടപ്പുമുറിയിലാണ് ഇന്ദുജ തൂങ്ങി മരിച്ചത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം ഗാർഹിക പീഡനം നടന്നു, ഒപ്പം മകൾ വലിയ തോതിലുള്ള കൊടിയ മർദ്ദനങ്ങൾ ഈ ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചു ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് കാരണമായി അവർ പറയുന്നത് 2 ദിവസം മുമ്പ് ഇന്ദുജ വീട്ടിലെത്തിയൊരു ഘട്ടത്തിൽ കണ്ണിന് മുകളിലും ഒപ്പം തന്നെ താടിയലിന് കീഴെയുമെല്ലാം വലിയ തോതിലുള്ള മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്നാണ്. ഇന്ന് രാവിലെ നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിലും ഇത്തരത്തിൽ അടിച്ച പാടുകൾ ശരീരത്തിൽ കണ്ടെത്താനായി എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ അഭിജിത്തിൻ്റെ വീട്ടിലെത്തി പോലീസ് വിശദമായ പരിശോധന നടത്തിയത്. പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തിയത്. പാലോട് SHOയും സ്ഥലത്തുണ്ടായിരുന്നു. വീട്ടുകാരുടെ ഉൾപ്പെടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ പോലീസിൻ്റെ വിശദമായ അന്വേഷണം ഒരു ഘട്ടത്തിൽ ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. അഭിജിത്തിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അഭിജിത്ത് പോലീസ് കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നില്ല. കാരണം വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ വകുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഇന്ദുജയുടെ കുടുംബത്തിന് വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ട്. അവരുടെ ആരോപണങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായി അന്വേഷിച്ച് അഭിജിത്തിനെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്നാണ് പാലോട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ്. 1 വർഷത്തോളം പ്രണയിച്ച ആളുകൾ 4 മാസം മുമ്പ് വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് വലിയ ദിവസമൊന്നും ആകുന്നില്ല. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കിടക്കുന്നത്. പോലീസ് എന്തായാലും ഇത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലേക്കെന്നും മറ്റു കാര്യങ്ങൾ തുടരന്വേഷണത്തിൽ മാത്രമേ പറയാനാകൂ എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. റീജിത്ത്. ജയശങ്കർ, ഈ അഭിജിത്തിൻ്റെ കുടുംബത്തിനെതിരെ ഈ യുവതിയുടെ കുടുംബം ഉയർത്തുന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഈ ജാതീയ അധിക്ഷേപം നേരിട്ടു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. അതിന് അഭിജിത്തിൻ്റെ ഒരു ഫോൺ കോളിലെ കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അഭിജിത്തിൻ്റെ വീട്ടുകാരുടെ ഇതിനകത്തുള്ള റോൾ എങ്ങനെയാണ് ഈ യുവതിയുടെ കുടുംബം മനസ്സിലാക്കുന്നത്? റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ അഭിജിത്തിൻ്റെ അമ്മ ഉൾപ്പെടെ വലിയ തോതിൽ മാനസികമായി ഇന്ദുജയെ പീഡിപ്പിച്ചു എന്നാണ് കുടുംബം രാവിലെ നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ വീട്ടിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് എത്തിയ ഘട്ടത്തിൽ ഈ ജാതീയപരമായ വേർതിരിവ് കാണിച്ചു എന്നാണ് ഈ ഇന്ദുജയുടെ അച്ഛൻ്റെ അനിയൻ രാവിലെ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ പിതാവും സമാനമായ രീതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി പുറത്തു വരേണ്ടത് ഈ അഭിജിത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണമാണ്. അത് വൈകാതെ തന്നെ നൽകാനാകുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇനി വരേണ്ടത് അഭിജിത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളാണ്. ഇന്ദുജയുടെ കുടുംബം കൃത്യമായി അഭിജിത്തിൻ്റെ കുടുംബത്തിനെതിരെ അഭിജിത്തിനെതിരെയും അഭിജിത്തിൻ്റെ മാതാവിനെതിരെയും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഗാർഹിക പീഡനം ഉൾപ്പെടെ ജാതീയ വിവേചനം ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിൽക്കുന്നത്. പോലീസ് എന്തായാലും കൃത്യമായി ഇരു കൂട്ടരുടെയും വാദഗതികൾ പൂർണ്ണമായും കേൾക്കും, മൊഴികൾ രേഖപ്പെടുത്തും, ശാസ്ത്രീയ തെളിവുകൾ തേടും. അതിനുശേഷമായിരിക്കും തുടരന്വേഷണത്തിലേക്ക് എടുക്കുക. ഇന്ദുജ
ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു നീക്കം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ ഇനി അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കുന്നത്. ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെങ്കിലും മറ്റാരെങ്കിലും പ്രതി ചേർക്കണമെങ്കിലും കൂടുതൽ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ആവശ്യമാണ്. പോലീസ് ഈ കേസന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. അവരെ സംബന്ധിച്ച് തെളിവ് ശേഖരിക്കാനുള്ള നീക്കം അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. റിജിത്ത്, ശരി. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.